കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ധ്യയെങ്കിൽ ദൈവവചന ധ്യാനത്തിനായി നമ്മൾ ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ, നമ്മളോട് ഇടപെടട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 19, 20, 21 വാക്യമാണ് നാം ധ്യാനിപ്പാനായി പോകുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു, നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് ഇപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ദൈവവചനം എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം ഇങ്ങനെയാ തുടങ്ങുന്നത്: വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. 18-ാമത്തെ വാക്യം ടോട്ടൽ നെഗറ്റീവാണ്. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. എന്നാൽ 19-ാമത്തെ വാക്യം അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്നാൽ ആത്മാവ് നിറഞ്ഞവരാകുക. ദൈവവചന പഠനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവവചനം അനുസരിക്കുവാനുള്ളതാണ്. ടു ഡു ഇറ്റ്, ബി ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്. ദൈവവചനം അനുസരിക്കുന്നവരായി തീരുക. Some people like the word of God. Some people listen to the word of God. Some people love the word of God. ചിലർ ഇത് കേൾക്കും, ചിലർക്ക് ഇഷ്ടമാണ് ദൈവത്തിന്റെ വചനം. എന്നാൽ ദൈവവചനം ചെയ്യുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം പറയാ, ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ആത്മാവ് നിറഞ്ഞവരായി, സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്, ആത്മപൂർണ ജീവിതം. ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് എന്നുള്ളതിന് ഗ്രീക്കിന്റെ എക്സ്പ്രഷൻ ഇച്ചിലൂടെ ആഴമേറിയതാണ്. ആത്മാവ് നിറഞ്ഞവരാകുക അല്ലെങ്കിൽ ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് എന്നുള്ളത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറയുന്നതിനെക്കാട്ടിലും ഗ്രീക്കിലുള്ള അതിന്റെ എക്സ്പ്രഷൻ ഡീപ്പ്. അത് ഇങ്ങനെയാ പറയുന്നത്: ബീയിങ് ഫുൾ ഓഫ് ഇറ്റ് അണ്ടിൽ ഇറ്റ് കൺട്രോൾസ് യു. അത് നിങ്ങളെ നിയന്ത്രിക്കുന്നിടം വരെ ആമേൻ നിറയുക. 2 വാക്യങ്ങളാണ്. 18-ാമത്തെ വാക്യത്തിന് മദ്യപാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ഡ്രിങ്കിങ്. ദ ഫോക്കസ് ഹിയർ ഇസ് നോട്ട് ഡ്രിങ്കിങ്. മദ്യപിക്കുക എന്നുള്ളതല്ല അവിടുത്തെ ഇതിവൃത്തം, അവിടുത്തെ സന്ദേശം. But what you replace, the word of God says, don't be full of drink till it controls you. Rather be full of spirit that controls you. മദ്യം കുടിക്കും. ഒരു മനുഷ്യൻ മദ്യം കുടിച്ചാൽ മദ്യം അവസാനം അവനെ കുടിക്കും. മദ്യം കുടിക്കുന്ന ഒരു വ്യക്തി ആദ്യം അവൻ ആ മദ്യത്തെ കൺട്രോൾ ചെയ്യും, പിന്നെ മദ്യം അവനെ കൺട്രോൾ ചെയ്യും. The same thing. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. ചിലര് പറയുന്ന കേട്ടുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തിന്റെ വചനം ആഴമായിട്ട് നാം പഠിച്ചാൽ വീഞ്ഞു നുരയുന്ന പാത്രം അല്ലെങ്കിൽ വീഞ്ഞിന്റെ കുപ്പിയെ നോക്കുക പോലും ചെയ്യരുത് ദൈവത്തിന്റെ വചനമുണ്ട്. സദൃശിവാക്യം 23, 29 മുതൽ 35 വരെ മദ്യപാനിയുടെ പാട്ടാണ്. നിങ്ങൾ വായിച്ച് ധ്യാനിച്ചാൽ മതി. Being continually filled by the Holy Spirit. It's a continuous process.
ആത്മാവ് നിറഞ്ഞവരായി. It's unending stream of the supernatural miracles. It is the life of constant victory. And this is what we needed in the Holy Spirit. And God wants us to be victors, not victims. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധാത്മ പൂർണ്ണരായ ജീവിതം നടത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 18-ാം വാക്യത്തിൽ മദ്യപാനം, വീഞ്ഞു കുടിച്ചും മത്തരായാൽ ദുർനടപ്പുണ്ടാകും. പക്ഷെ 19-ാം വാക്യത്തിൽ ആത്മപൂർണരായാൽ, ആത്മാവിനെ കുടിച്ചാൽ, ആത്മാവിൽ നിറഞ്ഞാൽ വിശുദ്ധ ജീവിതം ഉണ്ടാകും. ഹോളിനെസ് വിൽ ഇൻക്രീസ്. അടുത്ത വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സോ 2 വാക്യങ്ങൾ കോൺട്രഡിക്റ്റ്. ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വിഷയത്തെ കൊണ്ടുവന്നിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തെ സമർത്ഥിക്കുകയാണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. കള്ളു കുടിക്കുന്നതോ വീഞ്ഞു കുടിക്കുന്നതുമായിട്ട് ഈ ഭാഗത്തിന് യാതൊരു ബന്ധവുമില്ല. വീഞ്ഞു കുടിക്കുന്ന ഒരാളിനെ മദ്യം കൺട്രോൾ ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്ന, പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്നതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിനക്കത് മനസ്സിലായെങ്കിൽ ഞാൻ ആമേൻ മുന്നോട്ട് പോകുകയാണ്. ആമേൻ. ദുർനടപ്പ്, മദ്യപാനം ദുർനടപ്പ് കൊണ്ടുവരുമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ ജീവിതം നമ്മളിലേക്ക് വിശുദ്ധി കൊണ്ടുവരും. അത് നമ്മുടെ എല്ലാ മേഖലകളെയും മാറ്റിമറിക്കും. പരിശുദ്ധാത്മാവ്. I am so sorry that if you cannot enjoy the presence of the Holy Spirit, ആത്മപൂർണരല്ലാത്തവർ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നു രാത്രി ആ വിലയേറിയ അനുഭവത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കണം. It will change your life. അത് ഈ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പേ, ഈ ആത്മ നിറവിന് മുമ്പേ, ക്യാൻ ഐ ഡു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ചിന്തയാണ്. പക്ഷെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം സ്പിരിറ്റ് ഫിൽഡ് ആയി കഴിയുമ്പോൾ, ആത്മ നിറവിൽ ജീവിക്കുമ്പോൾ, നിങ്ങളുടെ അകത്തളത്തിലിരുന്ന് പരിശുദ്ധാത്മാവ് പറയും, ഐ ക്യാൻ ഡു, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവനാണ്. I know that the Holy Spirit will take us into the deeper realm today. But be ready to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയാത്തവർ നിറയുവാനായി ഒരുങ്ങുക. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരോട് ഈ വചനം പറയാണ്, ആത്മാവ് നിറഞ്ഞവരായി. അവിടെ കണ്ടിന്യൂസ് ടെൻസ് ആണ്, ഒരിക്കലായി നടക്കുന്ന ഒരു കാര്യമല്ല. ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ റിയൽ മീനിങ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ആമേൻ. ഇതൊരു സാധാരണക്കാരോട് പറയുന്നതല്ല. ഒരു അസാധാരണമായ ദൈവപ്രവർത്തിക്കായി ഒരുക്കപ്പെടുന്ന ദൈവ പൈതലെ, ഈ നിമിഷം ഒരു വലിയ അഭിഷേകത്തിന്റെ ശക്തിക്കായി, ആത്മ നിറവിനായി ഒരുങ്ങട്ടെ. Be filled with the Spirit. 5:19 മുതൽ 6:19 വരെ, ഒന്നുകൂടെ ഞാൻ പറയാം. 5:19 മുതൽ 6:19 വരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതൊക്കെ തുറകളെ പരിശുദ്ധാത്മാവ് വ്യത്യാസപ്പെടുത്തുമെന്നാ പറഞ്ഞേക്കുന്നത്. How the Holy Spirit will change a person's life. ഒന്നാമത്തേത് 19-ാമത്തെ വാക്യം പറയുന്നു,
It will really influence our worship life. നമ്മുടെ ആരാധനാ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. പരിശുദ്ധാത്മാവിൻ നിറഞ്ഞ ജീവിതത്തിന്റെ അടുത്ത പടിയാണ് ആരാധനാ ജീവിതം. ശ്രദ്ധിക്കണമേ, God will help us to worship. You will be a better worshipper of God. എനിക്ക് ആത്മാവിൽ പാടാൻ പറ്റും, ബുദ്ധിയിലും പാടാൻ പറ്റും, പഠിച്ചു പാടാൻ പറ്റും, പരിശുദ്ധാത്മാവിൽ പാടാൻ പറ്റും. ആമേൻ. എന്റെ ആരാധനാ ജീവിതത്തെ, രഹസ്യവും പരസ്യവുമായ ആരാധനാ ജീവിതത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വാധീനിക്കും. ദൈവത്തിന് സൗരഭ്യവാസനയുള്ള യാഗത്തെ കഴിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. The Holy Spirit help you to be a good worshipper. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നതിന് മുമ്പ് ആരാധന ബോറിംഗ് ആയി തോന്നുമായിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ശേഷം, ആത്മാവിന്റെ നിറവിന് ശേഷം നിങ്ങൾ പറയും, മതിയാകുന്നില്ല. ഇത് കുടിച്ചാലും 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 മതി വരാത്ത, ഹല്ലേലൂയ, ഒരു വലിയ ആത്മനദിയാണ്. അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അടുത്ത തലം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ആത്മശക്തിയുണ്ട്. ഇതുവരെയും തലമുറകൾ കണ്ടിട്ടില്ലാത്തൊരു ആത്മശക്തിയുണ്ട്. നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവശക്തിയുണ്ട്. ഇന്നു രാത്രി അതിനുവേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, മൺകൂടാരങ്ങളിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മപകർച്ച, ഹല്ലേലൂയ. Glorify your name, Jesus. Lift up your name. Holy Spirit, we thank you for your mighty presence, Jesus. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. എന്റെ ശബ്ദത്തിനകത്തൂടെ അഭിഷേകം ചലിക്കട്ടെ. ദൈവമക്കളുടെ മേൽ പെയ്തിറങ്ങുന്ന മഴ പോലെ, കർത്താവിന്റെ മേൽ ഇറങ്ങിയ പ്രാവിനെ പോലെ, കർത്താവേ, അപ്പോസ്തല പ്രവൃത്തിയിൽ മാളിക മുറിയിൽ ഇറങ്ങിയ തീ പോലെ, കൊടിയ കാറ്റുപോലെ ജനത്തിന്റെ മേൽ ഊതട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയ്ക്കൊക്കെ വ്യത്യാസം വരും. പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുള്ളവർക്കറിയാം, അതുവരെ ഒരു പൊത്തുവരുത്ത ആരാധന ശൈലിയൊക്കെ മാറും. പരിശുദ്ധാത്മാവ് വരുമ്പോ നമ്മുടെ അകത്തൊരു ദാഹം ഉണ്ടാകും. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ദാഹം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അതാ കർത്താവ് പറഞ്ഞ, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന മരണമായിരിക്കും. അയ്യോ, മരിച്ചാ മതി, ചത്താ മതി, ഓ ഇത് അവസാനിക്കും, ഇത് പോകും, ഇത് പൊട്ടിപ്പോകും, ഇത് പൊളിഞ്ഞു പോകും. ഓ, പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നതിന് ശേഷം മരണമല്ല വായിൽ നിന്ന് പുറപ്പെടുന്നത്, ജീവജല നദിയാണ്. ഈ നദി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികളുണ്ടാകും. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങളുടെ വാക്കുകൾക്കകത്തൂടെ, നിങ്ങളുടെ വീട്ടിനകത്തുള്ള മരണം മാറിപ്പോകും. നിങ്ങളുടെ ശരീരത്തെ ഗ്രസിക്കുവാൻ നിൽക്കുന്ന മരണം മാറിപ്പോകും. കാരണം നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് ജീവന്റെ നദിയാണ്. ഹല്ലേലൂയ. If you are a spirit filled person, you will be a worshipper. പാട്ടിന്റെ ട്യൂണോ പാട്ടിന്റെ സംഗീതത്തിന്റെ താളമോ ഒന്നുമല്ല, അതിനപ്പുറമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയതന്ത്രികളെ ആരാധനയ്ക്കായി ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തേത്, 5-ാം അധ്യായം 21 മുതൽ 32 വരെയുള്ള വാക്യത്തിൽ പറയുക, നമ്മുടെ വിവാഹ ജീവിതത്തെ, അവർ മാരീഡ് ലൈഫിന് പരിശുദ്ധാത്മാവിന്റെ നിറവ് ആമേൻ അനുഗ്രഹപൂർണമാക്കും. യു വിൽ ബി എ ബെറ്റർ സ്പോസ്. നിങ്ങളൊരു നല്ല ഭർത്താവായിട്ട് മാറും. നിങ്ങളൊരു നല്ല ഭാര്യയായിട്ട് മാറും. സ്പിരിച്വൽ ലൈഫിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ആത്മനിറവിൻ ജീവിതം. മറ്റേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചട്ടിയും കലവും താഴെ അടിക്കുവാൻ, മുഖത്തും കൈവീശി അടിക്കുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം, കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ പറയാനായിട്ട്, ഒരാളെ രക്ഷിക്കപ്പെട്ടാൽ, ഒരാൾ അഭിഷേകം പ്രാപിച്ചാൽ ആ വീട്ടിലെ
മൃഗങ്ങൾ പോലും അറിയും. കാരണം അതുവരെ കോഴിയൊക്കെ കാലുമടക്കി ഫുട്ബോൾ പോലെ അടിച്ചോണ്ടിരുന്നവർ ഒന്ന് ഇറങ്ങി പോകാമോ എന്ന് ചോദിക്കും. അവിടുത്തെ പൂച്ച മനസ്സിലാക്കും രക്ഷിക്കപ്പെട്ടെന്ന്. അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയുടെ വീട്ടിലെ മൃഗങ്ങൾക്ക് മനസ്സിലാകും ഇവൻ എന്തോ വ്യത്യാസം ഉണ്ടായെന്ന്. അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ലെങ്കിൽ ടെസ്റ്റ് വിച്ച് ഈസ് യുവർ സ്പിരിറ്റ്. ആമേൻ. മാരീഡ് ലൈഫ്, കുടുംബജീവിതത്തെ. രണ്ടാമത് അവർ ഫാമിലി ലൈഫ്. ഒന്ന് മാരീഡ് ലൈഫാണ്, 5:21 മുതൽ 32 വരെ വായിക്കാം. 2 കുടുംബജീവിതത്തെ, അവർ ഫാമിലി ലൈഫ് 6:14, 6:14. നല്ല അപ്പനും നല്ല അമ്മയുമായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നല്ല മക്കളായിട്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. 6:5 മുതൽ 9 വരെ ആത്മനിറവിന്റെ ജീവിതം. ജോലി സ്ഥലത്ത് വിജയകരമായി ജീവിപ്പാൻ സഹായിക്കും. ഒരു നല്ല ജോലിക്കാരനാകാനും. The Holy Spirit will help you to be a better employee or employer. നല്ല ഒരു ജോലി കൊടുക്കുന്ന ആളായിട്ടിരിക്കാനും നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളായിട്ട് നിൽക്കാനും ദൈവം കൃപ തരും, പരിശുദ്ധാത്മാവ് കൃപ തരും. അതാ പൗലോസ് ലീഗ പറയുന്നത്. 6-ാം അധ്യായം 10 മുതൽ 17 വരെ പരിശുദ്ധാത്മാവ് ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുവാനായി ഒരു ദൈവ പൈതലിനെ, ഒരു നല്ല പട്ടാളക്കാരനെ സജ്ജീകരിക്കുന്നത് പോലെ സജ്ജീകരിക്കുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. യുദ്ധത്തിൽ തോറ്റോടുന്നവനായി തീരാനല്ല, ആത്മമണ്ഡലത്തിൽ ജയാളിയായി നിൽക്കുവാൻ, ജയപേരി മുഴക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ പൈതലിനെ യുദ്ധത്തിനായി വിരലുകളെ അഭ്യസിപ്പിക്കും. You will be a warrior. Hallelujah. തോറ്റോടുന്നവനായിട്ടല്ല, പിന്തിരിഞ്ഞു നാണിച്ചു പോകുന്നവനായിട്ടല്ല. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അഭിഷേകം പ്രാപിച്ചവന്റെ വാക്കിത്. അവൻ നടക്കത്തില്ലെന്ന് പറയത്തില്ല, ഒക്കത്തില്ലെന്നൊരു കാര്യം അവന്റെ ഡിക്ഷണറിക്കകത്തില്ല. അവൻ പറയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അവൻ പറയും സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാലെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്. ശെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആരാ? നീ സമഭൂമിയായി മാറും. That is the difference of the spirit filled life. അത് ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോ ഉറക്കം തോന്നും, കൈയടിക്കാൻ പറ്റത്തില്ല, വാ തുറക്കാൻ പറ്റത്തില്ല, അയ്യോ സമയം പോകുന്നില്ല. Your spirit is not activated. Your spirit is dead in you. Tonight God wants you to activate your spirit. പരിശുദ്ധാത്മാവിൽ ഒന്ന് കേറി വന്നേ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. 6-ാമത്തെ കാര്യം പറയാ. The Holy Spirit of God will make us better and more effective prayer warriors. 6:18 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് ആത്മനിറവിലുള്ള പ്രാർത്ഥനയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കത്താൽ ദൈവഹിതത്തിനൊത്തു പ്രാർത്ഥിപ്പാൻ നമ്മളെ സജ്ജീകരിക്കും, നമ്മളെ ബലപ്പെടുത്തും, നമുക്ക് തുണ നിൽക്കും. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ ബോറടിക്കത്തില്ല കേട്ടോ. 5 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് പഠിച്ച കോളേജിലെ കാര്യങ്ങളും മറ്റ് ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്ത വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തെ ആത്മാവ് ആക്ടിവേറ്റ് ആയിട്ടില്ല. നിങ്ങൾ ബുദ്ധി കൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. But shut down your brain and activate your spirit. ആത്മാവ് നിറഞ്ഞവരാകട്ടെ. വേഗത്തിൽ ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ആരാധനാ ജീവിതത്തെ, നമ്മുടെ മാരീഡ് ലൈഫിനെ, വിവാഹ ജീവിതത്തെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ ജോലിപരമായ ജീവിതത്തെ, നമ്മുടെ സ്പിരിച്വൽ വാർഫെയറിനെ, നമ്മുടെ പ്രെയർ ലൈഫിനെ എല്ലാം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞാൽ
നമുക്ക് ജയം സുനിശ്ചിതമാണ്. തോറ്റോടാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, ജയാളികളാണ്. ക്രൂശിൽ കർത്താവ് പിശാചിനെ സർവ ആയുധ വർഗം വെച്ച് കീഴടക്കിയെങ്കിൽ you have to celebrate the victory. ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോഴും പണം വരുത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി സ്വർഗം നമുക്ക് തന്ന ആ ജയത്തെ ഒന്ന് ആഘോഷിക്കാൻ പറ്റുമോ? ആത്മ നിറവിൽ ഒന്ന് നിറഞ്ഞുകൊണ്ട് ദൈവകൃപയുടെ ചലനത്തിനായി ഒന്ന് ഒരുങ്ങാൻ പറ്റുമോ? അടുത്ത തലമുറയുടെ മേൽ പകരപ്പെടുന്ന ഒരു ദൈവ മഹത്വം ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. Jesus, Jesus, Jesus. Worship you, Lord. Worship you, Lord. Worship you, Lord. പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിനോടുള്ള തെറ്റിദ്ധാരണകൾ മാറട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും, ശരീരത്തിനെ, ആത്മാവിനെ നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവ് ദേഹിയെ, ആത്മാവിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ചിന്തകളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ഭാവങ്ങളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉളവാക്കും. മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവല്ലയോ യേശുവിനെ ഉരുവാക്കിയത്? നമ്മൾ കൂടുതൽ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുമ്പോൾ, when we became yielded to the Holy Spirit, the Holy Spirit will give birth to Jesus. പിന്നെ നമുക്കെല്ലാം യേശു ആയിരിക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിച്ച പിന്നെ സ്ഥാനവും മാനവും പുകഴ്ചയും ഒന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ പറയാം, എന്റെ കർത്താവാ എന്റെ എല്ലാം, എന്റെ കർത്താവ് എന്റെ സർവസ്വവും. അങ്ങനെ ഒരു ആത്മനിറവിന്റെ ജീവിതം ഇല്ലാത്തത് കൊണ്ടാ എന്നെ അവർ കണ്ടില്ല, എന്നെ മിണ്ടിയില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല, എനിക്ക് നോ നോ നോ. അത് മാറ്റിവെക്ക്. ജീവിതത്തിൽ ഇനി കർത്താവാണ് എല്ലാമെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മൾ ആത്മനിറവിലുള്ള ജീവിതം നയിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ സംഭാഷണങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ പാട്ടിന് വ്യത്യാസം ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവിന് കേവലം കുറച്ച് സ്ഥലം കൊടുക്കാതെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയം മുഴുവൻ കൊടുക്കാൻ പറ്റുമോ? ഒന്ന് ആശ്രയിച്ചേ പരിശുദ്ധാത്മാവിനോട്, ഒന്ന് ഈൽഡ് ചെയ്തേ. പരിശുദ്ധാത്മാവ് വന്ന് ഹൃദയം മുഴുവൻ അങ്ങ് നിറയ്ക്കും, നമ്മളെ ഉപയോഗിക്കും. ആശ്രയിക്കുന്നേ. നമ്മുടെ വീട്ടിൽ ഒരു അപ്പനുണ്ട്, നമ്മുടെ വീട്ടില് നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ഒരാളുണ്ട്. നമുക്കുള്ളൊരാവശ്യഘട്ടം വരുമ്പോ നമ്മൾ അയലത്തേക്ക് ഓടിയാൽ ആ അപ്പന് അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആളിന് എത്ര വിഷമം ഉണ്ടാകും. So when you are not trusting the Holy Spirit, when you are not walking under the guidance of the Holy Spirit, when you are not controlled by the Holy Ghost, പരിശുദ്ധാത്മാവ് ഗ്രീവ് ചെയ്യും അകത്ത്. നമുക്കാണെ വിഷമം ഉണ്ടാകത്തില്ലേ? നമ്മുടെ വീട്ടിലെ ഒരു കാര്യം നമ്മളോട് ചോദിക്കാതെ ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടണം. Be filled. നിറയുക. ആ നിറയുക എന്ന വാക്കിന് ഒന്നിനും കുറവ് വരുത്താതെ, 1% പോലും കുറയ്ക്കാതെ, മലയാളത്തിൽ പറഞ്ഞ വക്കോളം നിറയ്ക്കുക. നോ റൂം ഫോർ അതർ തിങ്സ്. മറ്റൊന്നിനും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകുക എന്ന് പറഞ്ഞ പിന്നെ ഹൃദയത്തിനകത്ത് കുശുമ്പിന് കയറാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു 1 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് 1 ലിറ്റർ ഓയിൽ ഒന്ന് നിറച്ചു നോക്കിക്കേ.
ആ 1 ലിറ്റർ ഓയിൽ നിറഞ്ഞിരിക്കുന്ന, അല്ലെ 1 കിലോ പഞ്ചസാര നിറഞ്ഞിരിക്കുന്ന ഒരു പാട്ടയ്ക്കകത്തേക്ക് പിന്നെ ഒന്നും പറ്റത്തില്ല. നമ്മൾ പാക്ക് ചെയ്ത് എവിടെയെങ്കിലും പറയാം, അച്ഛാ ആ പെട്ടി നിറഞ്ഞു, ഇനി അതിനകത്ത് നിറയ്ക്കാൻ പറ്റത്തില്ല. അത്രത്തോളം പരിശുദ്ധാത്മാവിനാൽ നിറയുക. That is the phrase the Holy Spirit used in Ephesians chapter 5 verses 18 or 19. Be filled. കള്ളു കുടിക്കുന്ന ഒരാൾക്ക് അവൻ എത്രത്തോളം കുടിക്കാമോ അത്രത്തോളം കുടിക്കും. കുടിച്ച് ലാസ്റ്റ് അവന് ലക്കില്ലാതെ വരുന്നിടം വരെ കുടിക്കും. സെയിം തിങ് ഓപ്പോസിറ്റിൽ. That is a negative them, but in the spiritual realm you have to drink the Holy Spirit until the Holy Spirit controls your emotion. അയ്യോ 2 മണിക്കൂർ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ 2 ദിവസം നല്ലതായിട്ട് ജീവിക്കും, 3-ാമത്തെ ദിവസം ദാ കിടക്കും. 2 ദിവസം ദൈവത്തിന്റെ വചനം വായിക്കുന്നു, 3-ാമത്തെ ദിവസം പോയി. പാസ്റ്ററെ, ആ സ്പിരിച്വൽ കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റുന്നില്ല. എനിക്ക് ആത്മമണ്ഡലത്തിൽ അന്ന് ഉപവാസ പ്രാർത്ഥനയിൽ ഇരുന്ന പോലെയുള്ള ആ തീ നിലനിർത്താൻ പറ്റുന്നില്ല. എന്താ പ്രശ്നം എന്നറിയാമോ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. സോ ഇറ്റ് ഈസ് എ കമാൻഡ്. അതാ ഞാൻ പറയാൻ വന്നത്. ഒരു കമാൻഡ് ആണ്, അതൊരു ഓർഡർ ആണ്. ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. അതൊരു ഓപ്ഷൻ അല്ല. എപ്പോഴും മനസ്സിൽ എഴുതി വെച്ചോണം, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ, ഇറ്റ് ഈസ് എ കമ്പൽസറി തിങ്. ഒരു ദൈവ പൈതലായി പാപത്തെ ജയിച്ച്, ലോകശക്തികളെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, നല്ല ഒരു പ്രാർത്ഥനാ വീരനായി, നല്ല ഒരു കുടുംബിനിയായി, നല്ല ഒരു അപ്പനായി, നല്ല ഒരു ജോലിക്കാരനായി, നല്ല ഒരു സ്റ്റുഡന്റായി, നല്ല ഒരു ആരാധകനായി വിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ നയിക്കണമെങ്കിൽ the secret, I tell you people of God, you should be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയണം. പരിശുദ്ധാത്മാവിനാൽ നിറയണം. മുങ്ങിയും താണുള്ള ജീവിതം മതിയെന്നേ. പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഹല്ലേലൂയ. ഇതൊരു കമാൻഡാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയുമ്പോ അവര് പറയും, പുട്ട് ഓൺ യുവർ ജാക്കറ്റ്, വിയർ യുവർ ജാക്കറ്റ്. നമ്മൾ പറയും ഇപ്പൊ പറ്റത്തില്ല, നിന്റെ കാര്യം പോക്കാം. അത്രേ ഉള്ളൂ. അതാ ഇവിടെ പറഞ്ഞേക്ക്. ഒരു കമാൻഡായിട്ട് പറയാം. അവർ കമാൻഡ് ചെയ്യും നമ്മുടെ അടുത്ത്. പാരച്യൂട്ട് ചാടുന്ന ഒരു മനുഷ്യനോട് പറയും, പാരച്യൂട്ടിന്റെ സ്വിച്ച് അമർത്തണം. It's a command, otherwise your life has gone. Same thing. ആത്മപൂർണ്ണ ജീവിതം, spirit filled life is very very important. ഇതെന്തുകൊണ്ടാ ഇത്ര ഊന്നൽ തലത്തിൽ പറയാനെന്ന് കാരണം എന്നറിയാം? വെറുതെ കൈയടിച്ച് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഈ ആത്മനിറവ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ പരിശുദ്ധാത്മാവിൽ പൗലോസ്ലീഗ ഈ തുടർന്നുള്ള അധ്യായം 6-ാം അധ്യായം മുഴുവൻ ഫുള്ള് പറയുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് പറയാ, ആത്മാവിൽ നിറയുക. ആത്മാവിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കാൻ പറ്റത്തുള്ളൂ. വീട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു ഭർത്താവോ, നല്ല ഭാര്യയോ, നല്ല മകളോ, നല്ല മകനോ, നല്ല ആരാധകനോ ഒക്കെ ആകണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ, ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് ഇത് കയറാൻ വേണ്ടിയാ കേട്ടോ. ഹല്ലേലൂയ. ആത്മനിറവിന്റെ ജീവിതത്തിൽ തുടരുക, തുടരുക, തുടരുക. ആമേൻ. സീ, ഞാനിത് പറയുമ്പോ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഒരു കുടുംബത്തിലെ എല്ലാരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. If every members of the family was filled with the Holy Spirit, how lovely it is. അവിടെ സ്നേഹം നിറഞ്ഞു തുളുമ്പുക വീട്ടിനകത്ത്. ആ വീട് സ്നേഹത്തിൽ ചെറിഷ് ചെയ്യപ്പെടും. You will cherish one another with love. അങ്ങനെ ഒരു ഐക്യത വീട്ടിനകത്തുണ്ടാകും. സ്നേഹത്തിന്റെ ആർദ്രത വർദ്ധിക്കും. ട്രാൻസ്ഫോം ചെയ്യും. ആ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റും. ദൈവമക്കളെ, ഒരു ക്രിസ്തീയ വീട്, ഒരു ദൈവ പൈതലിന്റെ വീട് ഭൂമിയിലെ സ്വർഗമാകാനാ ദൈവം ആഗ്രഹിക്കും. പിശാച് ഭൂമിയിലെ നരകമാക്കാനായിട്ട് നിൽക്കും. 3 മണിക്കൂർ സിനിമ കണ്ടാൽ നമ്മുടെ വീട് സ്വർഗമാകത്തില്ല.
കോമഡി ജോക്ക് കണ്ടാൽ സ്വർഗമാകത്തില്ല. ഓ ഹല്ലേലൂയ. നമ്മുടെ വീട് സ്വർഗമാകണമെങ്കിൽ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. വീട്ടിലെ അപ്പനും അമ്മയും മക്കളും എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്തൊരു ഹെവൻലി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നിങ്ങളുടെ വീട്ടിനകത്തൊരു സ്വർഗീയ അന്തരീക്ഷമായിരിക്കും. ഹല്ലേലൂയ. പുറത്തു നിന്നൊരാള് നിങ്ങളുടെ വീട്ടിനകത്ത് വരുമ്പോ നിങ്ങളുടെ വീടിന്റെ ഫർണിച്ചർ കണ്ടിട്ടല്ല, നിങ്ങളുടെ വീട്ടിനകത്തെ ഇന്റീരിയർ ഡിസൈനിങ് കണ്ടിട്ടല്ല, they will smell something special there. They will enjoy a peace. അവര് പറയും, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അനുഭവിക്കാത്ത നിങ്ങൾ ഭാര്യയും ഭർത്താവൂടെ നടക്കുമ്പോ, അല്ലെ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളൂടെ നടക്കുമ്പോ മറ്റുള്ളവർ നോക്കുമ്പോ മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട്. യെസ് യെസ്. ദൈവമക്കളെ, നമ്മളൊരു ഭിക്ഷക്കാരെ പോലെ ജീവിക്കണമെന്നൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നു. God wants us to be revealing the majesty of God. ദൈവത്തിന്റെ സമ്പാദ്യമാ നമ്മളെങ്കിൽ, ദൈവത്തിന്റെ പെക്യുലിയർ പീപ്പിളാ നമ്മളെങ്കിൽ, ദൈവത്തിന്റെ ആ ആഠിത്വം, ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, ഇതൊരു പ്രോസ്പെരിറ്റി മെസ്സേജ് അല്ല. ദൈവത്തിന്റെ മക്കളെ കണ്ടിട്ട് വേണം ലോകക്കാർ ദൈവത്തെ അറിയാൻ. യെസ്. ദൈവത്തിന്റെ വലിപ്പം അറിയണമെങ്കിൽ, ദൈവത്തിന്റെ ജ്ഞാനം അറിയണമെങ്കിൽ, ദൈവത്തിന്റെ മക്കളുടെ ജ്ഞാനം കണ്ടിട്ട് അവർ മനസ്സിലാക്കണം ഇവർ സേവിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനമായി ഇവരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്, ഇവർ സേവിക്കുന്ന ദൈവത്തിന്റെ ധനമാണ് ഇവരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്, ഇവരുടെ ദൈവമായി ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നത്, ഇവർക്ക് സമ്പത്ത് കൊടുത്തത് ഇവരുടെ ദൈവമാ, ഇവർക്ക് സൗന്ദര്യം കൊടുത്തത് ഇവരുടെ ദൈവമാ. ഓ ശാമന ഹദുരിമിനി. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം കേട്ടോ. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിൽ ഒട്ടും പരിഭവമുള്ള ആളല്ല നമ്മുടെ ദൈവം. വ്യവസ്ഥയോടെ നിൽക്കുന്നവന് വേണ്ടി അവസ്ഥയെ മാറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. രണ്ടാമത്, ഇറ്റ് വിൽ ട്രാൻസ്ഫോം മാരേജ്. ഭാര്യയും ഭർത്താവും ആത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ they will treat one another with respect. So they will put the other ahead of self. എന്നെക്കാട്ടിൽ ഞാൻ എൻ്റെ ഭാര്യയെ മുമ്പിൽ നിർത്തും. നീ പ്രാർത്ഥിക്ക, നീ പ്രസംഗിക്ക, നീ ശുശ്രൂഷിക്ക, നീ മുന്നോട്ട് വാ. തിരിച്ചു പറയും അമേൻ. ഹസ്ബൻഡിനോട് പറയും അമേൻ അമേൻ അച്ചായ, അല്ലെങ്കിൽ എന്തോ പേര് വിളിക്കുന്നു, സ്വീറ്റിന്നോ എന്തോ, എനിത്തിങ് എൽസ്, നോ പ്രോബ്ലം. മുന്നോട്ട് വരണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ആരാധന നയിക്കണം, ആത്മീയ കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കണം. സോ യു വിൽ ബി an encourager in your family. അത് പരിശുദ്ധാത്മാവിന്റെ നിറമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ചട്ടിയും കലവുമാണെ തട്ടി മുട്ടി ഇരിക്കാനല്ലെന്നേ. തട്ടലും മുട്ടലും ഒക്കെ മാറും ആത്മ നിറവിലേക്ക് വന്നാൽ. സോ ഇഫ് യു ആർ സ്പിരിറ്റ് ഫിൽഡ് പേഴ്സൺ, ഭാര്യയും ഭർത്താവും യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ നിറവുള്ളവരാണെങ്കിൽ they will seek the Lord's best for our mate. തന്റെ തുണയ്ക്കു വേണ്ടി, തന്റെ തക്ക തുണയ്ക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് വാങ്ങിക്കാൻ ശ്രമിക്കും. Hallelujah. We need the power of the Holy Spirit in our marriages. അതവർക്ക് മുപ്പരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. കുടുംബങ്ങൾ എന്തുകൊണ്ടാ തകർന്നു പോന്നെന്നറിയാമോ? എന്നെ കൊണ്ട് പറ്റാമ, ഞാൻ ഭർത്താവല്ലേ, എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഭാര്യയല്ലേ, എനിക്ക് ജോലിയുണ്ട്, എന്നെ കൊണ്ട് പറ്റും. പറ്റത്തില്ല മക്കളെ. യു നീഡ് എ സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ജീവിതം നീ നയിച്ചാൽ നിന്റെ മാരീഡ് ലൈഫ്, your marriage will be a successful life. ലോകത്തിലെ സുവിശേഷകന്മാരിൽ ഏറ്റവും അധികം ദൈവമക്കൾ അഡ്മയർ ചെയ്യുന്നത് ബില്ലി ഗ്രഹാമിന്റെ കുടുംബത്തെയാണ്. അമേരിക്കയിൽ ഡിവോഴ്സ് ഒരു വിഷയമല്ലല്ലോ. ഉടുപ്പൂരി മാറ്റുന്നത് പോലെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റും, ആരൊന്നും പറയത്തില്ല. ഇപ്പൊ ദൈവമക്കൾക്ക് പോലും അത് വിഷയമല്ല. യെസ്. എന്നാൽ ദൈവവചനം പറയുന്നു, ദൈവം ഉപേക്ഷണം വെറുക്കുന്നു. God hates divorce. സോ അതുകൊണ്ട് ഡിവോഴ്സ് വീടുകളിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
husband and wife, you both should be filled with the Holy Spirit. So if you both should be filled with the Holy Spirit, when you walk, when you talk, when you come together, when you lead your married life, when you enjoy God's given gifts in your life, the Holy Spirit will enjoy. ഒരു ഭാര്യയും ഭർത്താവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാന്ന് വെച്ചു. നിങ്ങൾ കൂടിയിരുന്ന് കൈ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോ സ്വർഗം നിങ്ങളുടെ കൂടെ സന്തോഷിക്കും. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. ഹല്ലേലൂയ. എന്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങളുടെ വിവാഹത്തിന് ചില വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഒരാശാമാരും 18 അടവ് പറഞ്ഞു തരത്തില്ല കേട്ടോ. നിങ്ങൾ രക്ഷപ്പെടണം എന്നോർത്ത് ഞാൻ 18ാമത്തെ അടവും പറഞ്ഞു തരുവാണ്. ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അന്ന് എനിക്ക് മനസ്സിലായി, we started connected in the spirit. ആത്മാവിൽ കണക്ട് ആവാൻ തുടങ്ങി. എങ്ങനെയാ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആത്മാവിൽ കണക്ട് ആവുന്നതെന്ന് അറിയാമോ? ആമേൻ. കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വൈഫിന്റെ അടുത്തോട്ട് നിങ്ങളൊരു കാര്യം പറയാൻ ചെല്ലുമ്പോ വൈഫ് ഇങ്ങോട്ട് പറയും, അച്ഛാ നമുക്ക് ഇന്നാക്ക് 10,000 രൂപ അയച്ചു കൊടുക്കണം സുവിശേഷ വേലയ്ക്ക് വേണ്ടി. താങ്ക് യു ജീസസ്. അതാ സ്പിരിറ്റിലുള്ള കണക്ഷൻ. അമ്മാമ്മ ജോലി ചെയ്യുക അടുക്കളയില്, അച്ഛൻ അവിടെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക, ഫോൺ ചെയ്തോണ്ടിരിക്കുക. അമ്മാമ്മ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോ അച്ഛൻ പറയാ, നമ്മുടെ ഇന്ന പാസ്റ്റർക്ക് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി 2 രൂപ നമുക്ക് സെൻഡ് ചെയ്യണം. അച്ഛൻ ഞാനത് പറയാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ദാറ്റ് ഈസ് ദ കണക്ഷൻ വിത്ത് ദ സ്പിരിറ്റ്. അങ്ങനെ സംഭവിക്കണമെങ്കിൽ, ഒരേപോലെ ചിന്തിക്കണമെങ്കിൽ, യു ഹാവ് ടു കണക്റ്റഡ് ഇൻ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യും. ഈ ഐഫോണിന് ഒരു പ്രത്യേകതയുണ്ട്. ഐഫോണില് ഏത് ഇമെയിൽ ID വെച്ച ഒരു 2-3 ഫോണില്, ഒന്നിലധികം ഫോണില് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾ ലിസ്റ്റ് മെസ്സേജും ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരും. നമ്മൾ വണ്ടർ ചെയ്ത് എങ്ങനെയാ സംഭവിച്ചത്. സീക്രട്ട് ഒരു പ്രാവശ്യം സഹിച്ചാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പാസ്റ്റർ യു ഹാവ് എൻറ്റേർഡ് ദ സെയിം ഇമെയിൽ അഡ്രസ്, ദാറ്റ്സ് വൈ ദിസ് ഈസ് ഹാപ്പനിങ്. എനിക്ക് വരുന്ന കോൾ മൊത്തം ബിജിക്ക് കാണാം, ബിജിയുടെ കോൾ ലിസ്റ്റിൽ വരും. ബിജിക്ക് വരുന്ന കോൾ മൊത്തം എന്റെ കോൾ ലിസ്റ്റിൽ വരും. I was wondering, but later on I came to understand it's because of the same email address. So when you are led by the same spirit, your thought patterns will be same. ചട്ടിയും കലോ ആവത്തില്ല കേട്ടോ. ഫീഡ് ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയാം. ആത്മാവിൽ യേശുവിൻ നാമത്തിൽ രക്തത്താൽ മുദ്ര വെച്ചുകൊണ്ട് പറയട്ടെ, your married life will be overflowing with love of God. ദൈവ സ്നേഹത്തിന്റെ മറവിൽ നിങ്ങൾ നിറഞ്ഞു തുളുമ്പും. കുടുംബ ജീവിതത്തിന്റെ അകത്ത് അസ്വാരസ്യമുണ്ടെങ്കിൽ, be filled with the Holy Spirit. And I honestly tell you, people of God, if you both are spirit filled, ആ spirit filled തലമുറ, ആ spirit filled മാതാപിതാക്കൾ കൊണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അവർ ലോകത്തെ വറപ്പിക്കുന്ന അഭിഷക്തന്മാരായിരിക്കും. Because they are not produced in the lust. They are not produced in the sinful lust. They are produced in the anointing of the Holy Spirit. ആത്മാവകത്തുള്ളവൻ ഇത് കത്തും, എനിക്കറിയാം. അതുകൊണ്ട് ന്യൂലി മാരീഡ് കപ്പിൾസിനോട് ഞാൻ പറയും, be filled with the Holy Spirit. If you are planning for the next generation, if you are planning for procreation, you have to wait upon the Lord. You have to speak in tongues. You have to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയണം. ശമ ഹദൂരിബിയ ലാംശകേന സിയാന്ധര ബൗഷസിയാന. കർത്താവിന്റെ കൂടെ നടന്ന മനുഷ്യൻ 300 വർഷം. ഹാനോക്ക് ആ കൂടെ നടന്ന സമയത്തുണ്ടായ തലമുറയ്ക്ക് ആയുസ് കൂടുതൽ കിട്ടിയില്ലേ? അതാണ് ദൈവത്തിൽ ഞാൻ പറഞ്ഞതിന്റെ സീക്രട്ട് അതാണ് കേട്ടോ. This is a secret. I believe that the Holy Spirit is ministering to you. നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. You need the power of the Holy Spirit in your marriage. ഇതൊന്നും ചിന്തിച്ചിട്ടില്ല അല്ലേ? പരിശുദ്ധാത്മാവ് പറയാ, it would transform your church. സഭയ്ക്കകത്ത് be filled in the Spirit. ആത്മാവ് നിറഞ്ഞ സഭ. കഴിഞ്ഞ ദിവസം ഒരു ദൈവാസനെ വിളിച്ചു, പാസ്റ്റർ എന്ത് ചെയ്തിട്ടും
സഭയ്ക്കകത്തെ വിഭാഗീയത മാറ്റാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ആത്മാവിനാൽ സഭയ്ക്കകം നിറഞ്ഞു കഴിയുമ്പോ, പരിശുദ്ധാത്മാവിന്റെ തെര അടിച്ചു കഴിയുമ്പോൾ, നിങ്ങൾക്കറിയാം കടലിനകത്ത് മാലിന്യങ്ങൾ അധികം കാലം കിടക്കത്തില്ല. അവൻ എങ്ങനെയും കരയെ തട്ടും. കാരണം കടലിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കടലിന് മാലിന്യങ്ങളെ പുറന്തള്ളും. ഏതെങ്കിലും കരയെ കൊണ്ട് അവൻ അടിക്കും. കാരണം സഭയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ തിരത്തള്ളലുണ്ടായാൽ, പരിശുദ്ധാത്മാവിന്റെ നിറവ് സഭയ്ക്കകത്ത് വെളിപ്പെട്ടാൽ, ചെറിയ പ്രശ്നവും വലിയ പ്രശ്നവും ഒന്നുമല്ല, കയ്പിന്റെ വേരിന് സഭയ്ക്കകത്ത് മുളപ്പിക്കാൻ പറ്റത്തില്ല. the church will get a supernatural immunity. Yes, ചർച്ചിനൊരു സൂപ്പർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കിട്ടും. ശത്രുവിന്റെ ഒരു പദ്ധതികളും ആ സഭയ്ക്കകത്ത് ഫലിക്കത്തില്ല. ആമേൻ. ആത്മനിറവിലുള്ള ഒരു മനുഷ്യൻ ഒരു പ്രശ്നം വരുമ്പോ പറയും, യെസ്, ദൈവവചനം പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. യെസ്, no scales of the devil will prevail against our church. Hallelujah. നിങ്ങളൊന്ന് ആലോചിച്ചേ, സഭയെ വരുന്ന 100 പേര്, 100 പേരിൽ 100 പേരും ആത്മാവിൽ നിറഞ്ഞ് ഒരേപോലെ വരുന്നവരാണെങ്കിൽ, ജിജി പറഞ്ഞു 9:30 പ്രയർ ലീഡ് ചെയ്യണമെങ്കിൽ 9 o'clock തൊട്ട് 9:30 വരെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോ we used to pray in the spirit. 1 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ചർച്ചിലോട്ട് വന്ന് നോക്കിക്കേ, തീ കത്തും അവിടെ. പാസ്റ്ററിന്റെ കയ്യിൽ ദൂതൊന്നും ഇല്ലെങ്കിലും പാസ്റ്ററിനെ ദൈവം ആത്മാവിനെ നിറയ്ക്കും. പാസ്റ്റർ ചിന്തിച്ചിട്ടില്ലാത്ത ആത്മദൂത് നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് വിശ്വാസികൾ ചെന്നതുകൊണ്ട്, ഈ മലയാളക്കരയിലെ ഭാഷയിലെ പുതിയ തലമുറയുടെ ന്യൂ ജനറേഷൻ ലാംഗ്വേജ് പറയട്ടെ, your pastor will be in fire. Your pastor will be in fire. If you will be in the fire, your church will be in the fire. ചർച്ചിനകത്ത് തീ കത്തണമെങ്കിൽ നമ്മുടെ അകത്ത് തീ കത്തണം. ഒരു സഭയിലെ എല്ലാവരും അഭിഷേകം പ്രാപിച്ചവരാണെങ്കിൽ, ആത്മ നിറവ് പ്രാപിച്ചവരാണെങ്കിൽ, we will seek God's will than our agenda. എന്തുകൊണ്ടാ ഈ സഭയ്ക്കകത്ത് കൂട്ട അടി നടക്കുന്നറിയാമോ? അച്ചായൻ പറയും ഞാൻ പറഞ്ഞ് നടക്കണമെന്ന്, മറ്റേ അച്ചായൻ പറയും ഞാൻ പറഞ്ഞ് നടക്കണമെന്ന്. പക്ഷെ അഭിഷേകം പ്രാപിച്ചവരാണ് ഈ അച്ചായന്മാരാണെങ്കിൽ അവര് പറയും ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ് നടക്കണ്ട, പരിശുദ്ധാത്മാവ് പറഞ്ഞ് നടക്കണം, പരിശുദ്ധാത്മാവിന്റെ ഹിതം നടക്കണം. ഇവിടെ എന്റെ അജണ്ട അല്ല വലുത്, എന്റെ അഭിപ്രായം അല്ല വലുത്. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. രക്തത്തിൽ മറച്ചൊരു ടെസ്റ്റിമണി പറയട്ടെ. I am proud of Faith City because when we talk something, all the elders will say, Pastor, yes, we are with you. We are marching on. നമ്മുടെ ലക്ഷ്യം കർത്താവിന് വേണ്ടി ഈ പട്ടണത്തെ പിടിക്കണം, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയുള്ള ചേർച്ചുകളിൽ ശുശ്രൂഷിക്കാൻ കിട്ടുന്ന ഭാഗ്യപദവിക്കായി സ്തോത്രം ചെയ്യുകയാണ്. രക്തത്തിൽ മറച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ ഈ പട്ടണത്തെ പിടിക്കും യേശുവിൻ നാമത്തിൽ. ഭാരതത്തെ സ്വർഗം നമ്മുടെ കയ്യിൽ തരും. We will march on and we will conquer the devil. Shamana Haduramanagasiana. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. He is underneath. Hallelujah. Thank you, Jesus. So if everyone is spirit filled, എല്ലാരും ആരാധനയ്ക്കായിട്ട് സജ്ജരായിട്ടാ വരുന്നത്. സഭയ്ക്കകത്ത് വന്ന് ഇരുന്ന് തീ കത്തിക്കാൻ നോക്കരുത്. വീട്ടിൽ നിന്ന് തീ കത്തിച്ചോണ്ട് വരണം. ഇത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. I respect I honor the presence of God in our midst. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ചില ചേർച്ചിലൊക്കെ ചെന്ന് ആരാധന തുടങ്ങുമ്പോ പാണ്ടിലോറി കയറ്റം കയറുന്ന പോലെ ഒരു പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇത് പെന്തിക്കോസ് അല്ല, ഇത് ഉന്തിക്കോസ് ആണ്, ഇത് ഉന്തണം, ഒത്തിരി ഉന്തിയാലേ പറ്റത്തുള്ളൂ. തിരുവനന്തപുരത്തുള്ള ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, ദിസ് ഈസ് ഉന്തിക്കോസ് പാസ്റ്റർ. We are not ഉന്തിക്കോസ് people, we are Pentecostal people. ദൈവദാസന്മാർ ഉന്തണ്ട വരരുത്, ഉറക്ക ഹല്ലേലൂയ പറ, ഉറക്ക സ്തുതിക്കുക, അങ്ങനെയൊന്നും പറയേണ്ട വരരുത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണെങ്കിൽ നമ്മൾ അവിടെ നിന്നുകൊണ്ട് പറയുന്ന ഒരു ഒറ്റ ഹല്ലേലൂയയ്ക്കകത്തില്
ആത്മശക്തി വ്യാപരിക്കും. നിങ്ങൾക്കറിയാമോ, ആത്മനിറവുള്ള 10 ദൈവമക്കൾ കൂടി കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഏത് പൂണൂലിട്ടവൻ കെട്ടിയതാണെങ്കിലും, എത്ര 4-ാം വേദം കെട്ടിയവനാണെങ്കിലും, നിന്റെ ഒറ്റ അന്യഭാഷയ്ക്ക് മുമ്പിൽ, നിന്റെ ഒറ്റ സ്തോത്രത്തിന് മുമ്പിൽ, നിന്റെ ഒറ്റ സ്തുതിക്ക് മുമ്പിൽ, എത്ര വലിയ എരിയോ കോട്ടയാണെങ്കിലും ഇടിഞ്ഞ് പൊടിഞ്ഞ് നിന്റെ കാൽ കീഴിൽ താഴെ വീഴും. ഭാവിക്കെതിരെ കെട്ടിയ കെട്ടുകൾ അഴിഞ്ഞു പോകും. റമ ഷമൂനി ഹസ്തന ജഗദയ ധനപ്രൗഢി ലാപ്രവ കഥന പ്രൗഷ സാധനാദന. കാരണം ഏതെങ്കിലും ഒരു കൊച്ച് റൂമിനകത്ത് കുടിയിരുത്തിയിരിക്കുന്ന കുടിയിരിപ്പ് ശക്തി അല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനാണ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. അവൻ തേജസ്സിനെ വാരി ഉടുത്തവനാണ്. നിങ്ങൾ ഇരുന്ന് കേട്ടോണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ദൈവശക്തി ഇറങ്ങുന്നു. Amen. Sense it in the name of Jesus. സഭകൾക്കകത്ത് കൈപ്പിന്റെ വേരിനെ മുളപ്പിച്ച് അടിയുണ്ടാക്കുന്ന എല്ലാ പോരുകളുമേൽ നിങ്ങൾ ഇന്ന് രാത്രി ജയമെടുത്തോണം. നിങ്ങളുടെ സഭയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ സീക്രട്ട് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. മുടക്കൻ അച്ചായമാരും വല്ലതും ഉണ്ടോ? നിങ്ങളെ പേരെഴുതി വിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ ആ അച്ചാനെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന്. യെസ്, എന്റെ മാതൃസഭയിൽ ഒരു അച്ചായനുണ്ടായിരുന്നു, കണ്ടതിനെല്ലാം ഓടക്കൻ. ഞങ്ങൾ കൂടിയിരുന്നപ്പോ കർത്താവിനോട് പറഞ്ഞ്, ആ സഹോദരൻ ആത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കണം മക്കളെ, അല്ലാതെ ഒരു കൗൺസിലിങ്ങിനും ടെക്നിക്കിനും പറ്റത്തില്ല. അദ്ദേഹത്തിന് തന്നെ തോന്നി ഇങ്ങനെ ജീവിച്ചാൽ പറ്റത്തില്ല. നമ്മുടെ IPC ഒരു പ്രാവശ്യം 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തി. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുള്ളവർക്കറിയാം, ഞാൻ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചില ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര റിവൈവലായിരുന്നു. പഞ്ചാബിൽ നിന്ന് വന്ന പാസ്റ്ററിന്റെ പ്രസിഡന്റ് ആയപ്പോൾ റിവൈവൽ വന്നത്. ജേക്കബ് ജോൺ പാസ്റ്ററിന്റെ 40 days ഫാസ്റ്റിംഗ്. അദ്ദേഹം വിചാരിച്ചു ഒരാഴ്ച ജോലിയൊക്കെ ലീവ് എടുത്തിട്ട് അവിടെ പോയി ഇന്ന് പ്രാർത്ഥിച്ചു. അതൊരു വലിയ റിവൈവൽ തന്നെയായിരുന്നു ആ 40 days മീറ്റിംഗ്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ബുള്ളറ്റല്ല അവിടെ ചെന്ന് അദ്ദേഹത്തോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, നിന്റെ പുതിയ ബുള്ളറ്റ് സ്തോത്രാഴ്ച ഇട്ടേക്കാൻ പറഞ്ഞു. ചാവി സ്തോത്രാഴ്ച പാത്രം ഇട്ടിട്ടു, റബ്ബർ ഷീറ്റൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന് അവിടെ സ്തോത്രാഴ്ചിട്ടു. അതൊരു വലിയ റിവൈവലായിരുന്നു. അത് നിലനിർത്താൻ പറ്റിയോ ഇല്ലയോ, ദാറ്റ് ഈസ് അനദർ തിങ്. പക്ഷെ ഈ ഒരാഴ്ചത്തെ മീറ്റിംഗിൽ ഈ ഒടക്കൻ സഹോദരൻ അഭിഷേകം പ്രാപിച്ചു. ഞാൻ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സത്യം പറയാം, ഹിസ് ലൈഫ് ഈസ് ടോട്ടലി ട്രാൻസ്ഫോംഡ്. മറ്റേത് ആരെന്തോ നല്ല കാര്യം പറഞ്ഞാലും ചാടി എണ്ണിച്ച് ആദ്യം അതിനെ മുടക്കുന്ന അച്ചായൻ ചാടി എണ്ണിച്ചു പറയും, 5000 രൂപ ഞാൻ തരാം, അത് നടക്കട്ടെ. പുള്ളിക്ക് കൂടുതലും മല്ലയുദ്ധം BYP-യിലെ ചെറുപ്പക്കാരുമായിട്ടാണ്. അദ്ദേഹം ട്രോഫിയൊക്കെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങി. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സ്പിരിറ്റ് ഫീൽഡ് ലൈഫിൽ വരുമ്പോ ആത്മനിറവുള്ളവൻ അവൻ പുറകി നിന്നാ മതി. അവൻ പുറകി നിന്നാൽ അവന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ ആ അഭിഷേകം അവനെ മുന്നിൽ കൊണ്ടുവരും. ദാവീദ് ഏറ്റവും സ്ക്രീനിന്റെ പുറകിലാണ് നിന്നത്. പക്ഷെ ദാവീദിനെ മുന്നിൽ കൊണ്ടുവന്ന അഭിഷേകമാണെങ്കിൽ, തലമേൽ ഒഴിക്കപ്പെട്ട അഭിഷേകം വീണവന് ശത്രുവിന്റെ മുന്നിൽ ജയഭേരി മുഴക്കാൻ പറ്റിയെങ്കിൽ, മിലിറ്ററി സ്കൂളിലെ വിദ്യാഭ്യാസമല്ല, ശൗലിന്റെ പടച്ചട്ടയും ശൗലിന്റെ ആയുധങ്ങളുമല്ല, മിനുസമുള്ള 5 കല്ലിൽ ഒന്നിനെ കൊണ്ട് കാര്യം നടത്തിയെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ മിടുക്കന്മാരെ കൊണ്ട് പറ്റാത്തത് അഭിഷേകം പ്രാപിച്ച ഈ തലമുറയിലെ ചിലരെ കൊണ്ട് ചെയ്യിക്കുമെന്ന് ഇന്നു രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ഇരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോ. നിങ്ങൾ ചില സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ അനുഭവിക്കാൻ പോവാ പരിശുദ്ധാത്മാവിൽ. Your church will be transformed. Our churches need Holy Spirit. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പാസ്റ്ററും കമ്മിറ്റിയും ചർച്ച് ബോർഡും ദൈവമക്കളും സൺഡേ സ്കൂളും ഒക്കെ ഉള്ള സഭയുണ്ടല്ലോ,
ദേശത്തിന്റെ ഭയമായി മാറും. ദേശത്തിന് ഭയമായി മാറും. ഇരുട്ടിന്റെ ആധിപത്യങ്ങൾക്ക് അവരെ കണ്ട് പേടിയാകും. ആത്മാക്കളെ തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല. അവർ നടന്നു പോകുന്നിടത്തെല്ലാം വഴി തുറക്കും ദൈവം. ഓ, ഭവനങ്ങളുടെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കും. ചങ്ങലകൾ പൂട്ടിയിട്ടിരിക്കുന്ന ആത്മാവിനെ ഞാൻ ദൂത് പറയാ, ചങ്ങലക്കകത്തു പൂട്ടിയിട്ടിരിക്കുന്ന ഭ്രാന്തന്മാരെ പോലും വിടിവിച്ചെടുക്കുന്ന ഒരു ദൈവ മഹത്വത്തിന്റെ നാളുകൾ മുന്നിൽ കണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ പൈതലേ, not only from ICU but from the jail, ജയിലറകളിൽ നിന്ന് പോലും ആത്മാക്കളെ വിടുവിച്ചു കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തി. Yes, I'm going to wind it up. My time is over. Shatara baba baba. Uri baba shandara baragasiana. Hallelujah. Amen. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണെങ്കിൽ ഞാൻ ആരാധിക്കാൻ റെഡി ആയിട്ടാണ് വരുന്നത്. ആരാധിക്കാൻ ചില ചർച്ചിലൊക്കെ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും കൊതിയോട് ഓർക്കുന്ന പല ശുശ്രൂഷകളുമുണ്ട്. ചില ചർച്ചുകൾ അവിടെ നിൽക്കാൻ ശുശ്രൂഷിക്കുന്നവർക്കറിയാം, ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ നടുവിലോട്ടൊന്ന് കയറി നിന്നാൽ സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആത്മനിറവിൽ ഉള്ള സഭയാണെങ്കിൽ കേൾവിക്കാരല്ല, അവർ വചനം അനുസരിക്കുന്നവരായിരിക്കും. They will be doers. അവർക്ക് ആരാധന ഒരു ചടങ്ങല്ലായിരിക്കും. അവർക്ക് ആരാധന ഒരു ബോറൻ പരിപാടി അല്ലായിരിക്കും. They will be excited to worship. അവർ ആരാധിക്കാൻ കൊതിയുള്ളവരായിരിക്കും. ഒരു പാട്ടോ 10 പാട്ടോ പാടിയാലും അവർക്ക് ബോറടിക്കത്തില്ല. ഞാനൊരു സഭയില് ശുശ്രൂഷിക്കാൻ പോയി. ഞാൻ എന്റെ വാച്ച് നോക്കി, 1.25 മണിക്കൂർ കുഞ്ഞുകുട്ടി ആബാലവൃത്തം നിന്നോണ്ട് ആരാധിക്കാൻ. ഒറ്റ മനുഷ്യൻ പോലും ഇരുന്നില്ല. 1.25 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അവര് കൂടെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അങ്ങനെ നിന്നോണ്ട് അവര് പലരും പ്രസംഗം കേട്ടത്. So they are thirsty. അങ്ങനെ ഉള്ളവരെ കാണുമ്പോ പരിശുദ്ധാത്മാവിന് അറിയാം, ഇവര് നിറയാൻ വേണ്ടി തന്നെ വന്നവരാണ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, ഒഴപ്പടിച്ച് ഉറങ്ങി തൂങ്ങിയുള്ള ആമേൻ ഒരു കൂട്ടം വിശ്വാസികളുടെ ഉണർവൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ആത്മാവിൽ ജ്വലിച്ച് കത്തുന്ന, ഹല്ലേലൂയ, ജീസസ്, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ചാലകങ്ങളായി തീരുന്ന ഒരു കൂട്ടത്തെ ദൈവം ഈ ദിവസങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥനാ മുറിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുക. പാസ്റ്റർ പറയേണ്ട ആരാധിക്കാൻ, ആമേൻ, പാസ്റ്റർ പറയേണ്ട പ്രവചിക്കാൻ, അങ്ങനെയുള്ള ആത്മാവിന്റെ മഹത്വം ഇറങ്ങുന്ന ദിവസങ്ങൾ നമ്മുടെ ഫെയ്ത്ത് സിറ്റിയിൽ വെളിപ്പെട്ടിട്ടുണ്ട്. നിൽക്കാൻ കഴിയാതെ, ഒന്ന് ഓർക്കാൻ പറ്റുമോ, 1 hour is over. മൈ ഗോഡ്, നിൽക്കാൻ പറ്റാതെ എഴുന്നേറ്റൊന്നും നിൽക്കാൻ പറ്റാതെ, ആമേൻ, ലൈക്ക് എ ഡ്രങ്കർഡ്, ഒരു ആമേൻ മദ്യപാനിയെ മദ്യം കൺട്രോൾ ചെയ്യുന്ന പോലെ പരിശുദ്ധാത്മാവ് മുഴു ശക്തി പോലെ ഇറങ്ങിയ ദിവസങ്ങൾ മറന്നു പോകരുത്. അതിനുവേണ്ടി കൊതിക്കുക. So if you are spirit filled, you will be ready, willing, equipped and able to share the gospel and be the salt and light. നമ്മൾ കർത്താവിന് വേണ്ടി ഉപ്പും പ്രകാശവുമായിട്ട് മാറും. ഉപ്പും ആമേൻ ലവണവും പ്രകാശവുമായിട്ട് മാറും. നമ്മൾ എല്ലാത്തിനും, ഈ ആത്മനിറവിലുള്ള ഒരു സഭയുടെ പ്രത്യേകത, അവരെല്ലാത്തിനും തയ്യാറായിരിക്കും. എന്ന് വെച്ചാൽ അടിയിടാനല്ല, ദൈവത്തിനു വേണ്ടി എന്തു ചെയ്യാനും അവർ തയ്യാറായിരിക്കും. They will go up to any extent. Hallelujah. Jesus. ക്രൂസൈഡ് വെക്കണോ? ഞങ്ങൾ കൂടെ ഉണ്ട്. ഓ, ട്രാക്ട് അടിച്ച് വിതരണം ചെയ്യണോ? ഞങ്ങൾ കൂടെ ഉണ്ട്. കൂട്ടസ്നാനത്തിന് വേണ്ടി ഉപവസിക്കണമോ? ഞങ്ങൾ കൂടെ ഉണ്ട്. ഓ, ശമന ഹസ്യരേദിയാന. ജീസസ്, ആമേൻ, താങ്ക് യു ജീസസ്. അങ്ങനെ സ്പിരിറ്റ് ഫിൽഡ് ചർച്ചിൽ വരുന്നവർക്ക് കൺവിക്ഷൻ ഉണ്ടാകും. അങ്ങനെ സ്പിരിറ്റ് ഫിൽഡ് ചർച്ചിൽ വരുമ്പോൾ സാൽവേഷൻ നടക്കും. അങ്ങനെ സ്പിരിറ്റ് ഫിൽഡ് ചർച്ചിനകത്തിൽ സാങ്ക്ടിഫിക്കേഷൻ നടക്കും. അങ്ങനെയുള്ള സ്പിരിറ്റ് ഫിൽഡ് ചർച്ചുകൾക്കകത്ത് ദൈവത്തിന്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യും. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. നിർത്താൻ പോവാ ഞാൻ, കേട്ടോ. We need the power of the Holy Spirit in our churches. Hallelujah. And it would transform the world. നമ്മുടെ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെട്ടാൽ, ശ്രദ്ധിച്ചേ,
ഒരു ദൈവത്തിന്റെ പൈതൽ ഈ ലോകത്തിൽ ആത്മനിറവിൽ നടന്ന് ആ സഭയിലുള്ളവരെല്ലാരും ആത്മനിറവിലാണെങ്കിൽ ആ ചർച്ച് ഒരു റിവൈവ്ഡ് ചർച്ച് ആയിരിക്കും, ഉണർത്തപ്പെട്ട സഭയായിരിക്കും. ആ ഉണർത്തപ്പെട്ട സഭയിലൂടെ സുവിശേഷത്തെ ജനം കാണും. അവരുടെ പ്രസംഗമല്ല, അവരുടെ ജീവിതത്തിൽ കൂടെ കാണും. The world will see the gospel in action. സുവിശേഷത്തെ, യേശുവിനെ അവർ കാണും. The world will be constantly confronted with the same message of the gospel of grace. ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷം അവരുടെ കാതുകളിൽ എത്തിക്കൊണ്ടിരിക്കും. കാരണം ആത്മനിറവിലുള്ള സഭ എപ്പോഴും കർത്താവിന്റെ കൃപയെ പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ പടയാളികളാക്കി കർത്താവിന്റെ മഹാനിയോഗത്തിനായി പരിശുദ്ധാത്മാവ് സഭയെ എപ്പോഴും സജ്ജരാക്കിക്കൊണ്ടിരിക്കും. കൂട്ടം കൂട്ടമായി ആത്മാക്കൾ വിടുവിക്കപ്പെടും. I want to share 3 secrets for the church growth. First is spirit-filled worship. Second is spirit-filled word of God. And third is spirit-filled prayer. ഇത് മൂന്നും ഒരു സഭയ്ക്കകത്തുണ്ടായിരിക്കണം. സ്പിരിറ്റ്-ഫിൽഡ് വർഷിപ്പ്, ആത്മനിറവിലുള്ള ആരാധന. സ്പിരിറ്റ്-ഫിൽഡ് വേർഡ് ഓഫ് ഗോഡ്, പഠിച്ച പ്രമാണത്തിന്റെ 7 പോയിന്റ് പ്രസംഗമല്ല. ആത്മനിറവിൽ പരിശുദ്ധാത്മാവിന് എന്താണോ പറയാനുള്ളത്, ആത്മാക്കളെ വിവേചിച്ചുകൊണ്ടുള്ള ദൂതുകൾ. കൊച്ചിലേക്ക് സഭയിൽ പോയിരിക്കാൻ പേടിയായിരുന്നു. പ്രവാചകന്മാരുണ്ട്, പ്രവാചികമാരുണ്ട്. അവർ വിളിച്ചു പറയും, അവർ മുഖം നോക്കാതെ പ്രവചിക്കും. ആ ഒരു നല്ല കാലത്തിനെ നമുക്ക് പ്രാർത്ഥിക്കാം. I'm concluding my message. പരിശുദ്ധാത്മ കൺട്രോൾഡ് ആയിട്ടുള്ള ലൈഫ്, പരിശുദ്ധാത്മ പൂർണ്ണരായിട്ടുള്ള ജീവിതം, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിലനിൽക്കുന്ന ഒരു ജീവിതം, ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന കൽപ്പനയെ അനുസരിച്ചുകൊണ്ട് അതിനെ അനുസരിക്കുന്ന ഒരു ജീവിതം നമ്മളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. പുറപ്പാട് പുസ്തകം 31 അധ്യായത്തില് ഇന്നലെ എന്നെ അവിടെ കൊണ്ടുപോയി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പുറപ്പാട് 31 നിങ്ങളൊന്ന് എടുത്തേ, എന്റെ കൂടെ എടുത്തേ, വേദോസ്തോം എടുത്തേ. പുറപ്പാട് 31. ഇന്നലെ ഞാൻ UK ജോജിച്ചായനോട് ഞങ്ങൾ എന്തോ സംസാരിച്ച കൂട്ടത്തില് അത് പറയാനിടയായി. പുറപ്പാട് 31 ഒന്ന് വായിച്ചേ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഈ ആ 4ന്റെ ബിയിലുള്ള ഈ കൊച്ചനെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് ദൈവം യൂസ് ചെയ്യുക. അവന്റെ വിജയത്തിന്റെ സീക്രട്ട്, അവനെ ദൈവം ഉപയോഗിക്കുന്നതിന്റെ സീക്രട്ട് ഒറ്റ വാക്കേ ഉള്ളൂ. ദൈവം അവനെ ദിവ്യാത്മാവിനാൽ നിറച്ചു. ദിവ്യാത്മാവിനാൽ നിറച്ചു. ആ ദിവ്യാത്മാവിന്റെ പാക്കേജ് അവന്റെ മേൽ വന്നപ്പോ അവന് ജ്ഞാനം കിട്ടി, ബുദ്ധി കിട്ടി, അറിവ് കിട്ടി, സകലവിധ സാമർത്ഥ്യം കൊണ്ട് നിറച്ചു. The Holy Spirit filled him. ബെസാലിയേലിനെ അവന് ബുദ്ധി കൊടുത്തു, ജ്ഞാനം കൊടുത്തു, അറിവ് കൊടുത്തു, സകലവിധ സാമർത്ഥ്യം കൊണ്ട് അങ്ങോട്ട് നിറച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. ഓ മൈ ഗാഡ്, ട്രെമൻഡസ് എബിലിറ്റി കിട്ടി ആ പയ്യന്. ഹല്ലേലൂയ. If you wanted to do something for the Lord, be filled with the Holy Spirit. ദൈവം തന്റെ ദിവ്യാത്മാവിനാൽ നിങ്ങളെ നിറയ്ക്കും. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ ബെസാലിയലിനെ നിറച്ചെന്നറിയാമോ? ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടിയാണ്. നിസ്സാര കാര്യത്തിനല്ല. പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യാനും രത്നം വെട്ടി പതിപ്പിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യാനും സകലവിധ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ നിറച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ബെസാലിയലിനെ നിറച്ചതുപോലെ
Hallelujah, hallelujah. God wants you to be filled. Oh Shabadana Hamdal Praushasiana. ഒരു പ്രസംഗകനായിട്ടായിരിക്കത്തില്ല ജനിച്ചത്, ഒരു സുവിശേഷകനായിട്ടായിരിക്കത്തില്ല ജനിച്ചത്, ഒരു പ്രവാചകനായിട്ടായിരിക്കത്തില്ല ജനിച്ചത്. എന്നാൽ ദൈവം ദിവ്യാത്മാവിനാൽ നിറയ്ക്കുകയാണ്. Hallelujah. അയ്യോ എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് അറിവില്ല, എനിക്ക് സാമർഥ്യമില്ല. കർത്താവ് പറയാ ഇനി അവൻ he lacks nothing. ബസാലിയേലിന് ഒന്നിനും കുറവില്ല. സകലവിധ ജ്ഞാനം കൊണ്ട് നിറച്ച് ഒന്നിനും അവനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ആരാധിക്കണമെങ്കിൽ അവൻ ആരാധന ലീഡ് ചെയ്യും, പ്രവചിക്കണമെങ്കിൽ അവൻ പ്രവചിക്കും, അവൻ പ്രസംഗിക്കണമെങ്കിൽ വചനമെടുത്ത് നന്നായി പ്രസംഗിക്കാം. ഓ റീബ സുവിശേഷം പറയണമെങ്കിൽ അവൻ പിടിച്ച വീടും കൊണ്ട് വരുത്തുള്ളൂ. അവൻ കേറുന്ന വീട് സ്നാനജലത്തിലേക്ക് ഇറങ്ങും. അതാണ് God's ability. Amen, amen, amen. ആ God's abilityക്ക് വേണ്ടി amen നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ be filled with the Holy Spirit. Hallelujah. Thank you, Jesus. If you are struggling in your life, struggling to be holy, struggling in your studies, struggling in your family life, struggling in your business, struggling എല്ലായിടത്തും എല്ലാ മേഖലയിലും മലയാളത്തിൽ പറഞ്ഞ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ be filled with the Holy Spirit. The Holy Spirit will empower you. The Holy Spirit will guide you. Amen. Hallelujah. നമ്മൾ മേടിക്കുന്ന ഒരു 10 കോടി രൂപ കൊടുത്തൊരു ഒരു വണ്ടി മേടിച്ചാൽ അതിന്റെ എൻജിൻ പവർഫുൾ അല്ലെങ്കിൽ what is the use of that car? The engine, it matters. Hallelujah. Struggle മാറും, പരിശുദ്ധാത്മാവിനാൽ നിറയുക. Amen.